ഡിസംബർ 13 ഉദ്ഘാടനം ചെയ്ത പാലക്കാട് ഗുണ കേവ് എക്സിബിഷൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഒരു ഗംഭീര അനുഭവം. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത്. പാലക്കാട് ഗുണ കേവ് വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരം 4 മുതൽ 9 വരെയും ശനി ഞായർ അവധി ദിവസങ്ങളിൽ 3 മുതൽ 9:30 വരെയുമാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഗുണ കേവ്, പാലക്കാട് ഒളിഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യ ലോകം. ഈ ഗുഹയ്ക്ക് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ ഒരു കിടിലൻ കഥയുണ്ട്. ബ്രിട്ടീഷ് കാലത്ത് ഈ ഗുഹയ്ക്കുള്ളിൽ ആളുകൾ കാണാതാവുന്ന സംഭവങ്ങൾ നടന്നു. ഇത് ഒരു മായികയുടെ അടയാളമായി മാറി. പിന്നീട് 1991 കമലഹാസന്റെ ഗുണ എന്ന സിനിമയിലൂടെ ഇത് ഒരുപാട് പ്രശസ്തമായി. അന്നു മുതൽ എല്ലാ അഡ്വഞ്ചർ ലവേഴ്സിനും ഈ ഗുഹ ഒരൊറ്റ നോട്ടത്തിൽ ഗുണ കേവായി ലോകമറിയുന്നു. നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടല്ലോ. ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഊട്ടിയിലേക്കുള്ള ട്രിപ്പിൽ ഗുണ എന്ന സിനിമയിലെ പ്രശസ്തമായ ഗുണ കേവിലേക്ക് അതിരുകടന്നു കയറുന്നു. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരാൾ കുടുങ്ങിപ്പോകുന്നു. അയാളെ രക്ഷിക്കാനുള്ള മൗലികമായ സംഘർഷവും സ്നേഹവും ആസ്വാദനങ്ങളും ചേർന്ന ഒരു കഥയാണിത്. സ്നേഹത്തിന്റെ ശക്തി ആഴത്തിൽ കൊതിയേറുന്ന, ഹൃദയം തൊടുന്ന ഒരു റിയൽ സ്റ്റോറി. സ്നോ വേൾഡ് എന്നത് ഒരു താൽക്കാലിക മഞ്ഞനുഭവം സൃഷ്ടിക്കുന്ന വിനോദമാണ്. ഇത് കേരളത്തിൽ സാധാരണ കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. മലയാളികൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാവുന്നു. ഈ അനുഭവം കുട്ടികളുടെ ആഹ്ലാദം കൊണ്ട് നിറയും. മിറാക്കിൾ ഗാർഡൻ എന്നത് ദുബായിലെ ലോകപ്രസിദ്ധമായ പൂന്തോട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. പ്രത്യേകിച്ചും അതിന്റെ മനോഹരമായ പുഷ്പശില്പങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഫോട്ടോ പ്രേമികൾക്ക് സ്വർഗവും. ഇവിടുത്തെ സ്നോ വേൾഡും മിറാക്കിൾ ഗാർഡനും ഗോസ്റ്റ് ഹൗസും അമ്യൂസ്മെന്റ്സും മിസ്സാക്കരുത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ തന്നെ പല സ്റ്റാൾസും ലഭ്യമാണ്. ജെയിന്റ് വീലിൽ കയറുമ്പോൾ സിമ്പിളായി തോന്നും, പക്ഷെ കയറുമ്പോൾ ഈ ജെയിന്റ് വീൽ കാഴ്ച പൂർണ്ണമായും പാലക്കാട് നിങ്ങളുടെ അടിവശത്ത്. രാത്രിയിൽ കയറുമെങ്കിൽ ഈ ലൈറ്റിംഗ്സും ആകാശവും ഒക്കെ അത്രമേൽ മനോഹരമായിരിക്കും. കൂടെ ഈ റൈഡും. കുറച്ചു ഭയം, കുറച്ചാവേശം, ഒടുവിൽ സുന്ദരമായ ഒരു ഓർമ്മ. ഇത് മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ. ടീം ചോട്ടുമോട്ടു സൈനിങ് ഓഫ്.